ഉപസഭാ അധ്യക്ഷൻ ശ്രീ മാടവന വേണുനമ്പൂതിരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രിയമുള്ള യോഗക്ഷേമ സഭാ കുടുംബാംഗങ്ങളെ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കോമളിനാരായണൻ ഗൗരി, നമ്മുടെ സെക്രട്ടറി ശ്രീ പ്രമോദ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ടി എസ് രാമനഗൗരി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ജില്ലയുടെ ഓരോ സ്പന്ദനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പരമേശ്വരൻ, എൻ്റെ പ്രിയപ്പെട്ട പാലക്കാട് ഉപസഭാ കുടുംബാംഗങ്ങളെ, ഒരു 2013 മേടമാസത്തിലാണ് പുതിയ കമ്മിറ്റി പ്രമോദ് സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റും കൃഷകൻ കല്യാണിയുമായിട്ടുള്ള പുതിയ കമ്മിറ്റി രൂപം കൊണ്ടത്. അന്ന് രൂപം കൊള്ളുമ്പോൾ വളരെ ഒരു സൂക്ഷിച്ച സദസ്സും ഒരു 925 രൂപയും ആക്കിയായിരുന്നു. അതിനുശേഷം നമ്മുടെ ഉപസഭയിൽ ഭാരിച്ച ഒരു ചുമതല നമ്മൾക്ക് കിട്ടുകയും, അതായത് ആർഷം 2014 എന്ന സംസ്ഥാന സമ്മേളനം പാലക്കാട് ഉപസഭയിൽ വെച്ച് നടത്താൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയും, ഏകദേശം 3 മാസത്തോളം രാവും പകലും നമ്മുടെ ഉപസഭാംഗങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ആർഷം 2014 വൻ വിജയവുമായി അതിൻ്റെ ഇപ്പോഴും നമ്മൾക്ക് അതിൻ്റെ പ്രശംസകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച, ഈ 3 മാസക്കാലം രാവും പകലും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ ഈ സദസ്സിൽ നോക്കുമ്പോൾ അതുണ്ടോ എന്നൊരു സംശയമല്ല, ഇല്ല. വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ള നമ്മുടെ വളരെയധികം നമ്മളോട് സമ്മേളനത്തിൽ സഹകരിച്ചവരും പലർക്കും ഇപ്പോൾ വരാൻ സാധിച്ചിട്ടില്ല. ഇത് മുഹൂർത്ത ദിവസമാണ്, പലരും പേടി കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതൊരു നമ്മുടെ കീഴ്പോട്ടുള്ള യാത്രയാണോ എന്നൊരു സംശയം വേദനയോടുകൂടി ഞാൻ കാണുകയാണ്. ഇങ്ങനെ ആയാൽ നമുക്ക് ഈ 2015 പാലക്കാട് ഉപസഭയെ പിരിച്ചുവിട്ട് നമുക്ക് സുഖമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും തിരക്കുകളുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ നമ്മുടെ ഈ സമുദായം മുന്നോട്ട് വരികയുള്ളൂ. എത്രയോ കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട്. ശാന്തികാല പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ, കാര്യങ്ങൾ പലതും നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ആലോചിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ വിളിച്ചാൽ ആർക്കും വരാനോ, ഒരു മീറ്റിംഗ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചാൽ പോലും ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് വരാനൊരു മനസ്സ് കാണിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ഈ സഭ മുന്നോട്ട് പോകണമോ എന്നാണ് ഇന്ന് ഇവിടെ ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും നിൽക്കുക. പുതിയ കമ്മിറ്റി വരണം, പുതിയ ആൾക്കാർ വരണം, പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരണം. അതിന് നമ്മുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ എല്ലാവരും ഓരോരുത്തരും മുന്നോട്ട് വന്ന് പറയുക. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ, നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാവും നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. അല്ലാതെ എല്ലാവർക്കും തിരക്കുകളുണ്ട്. ആ തിരക്കുകൾ കുറേശ്ശെ 1 മണിക്കൂറെങ്കിലും മാസത്തിൽ 2 മണിക്കൂർ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്
ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനെല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ജയ് ജവക്ഷേമം.